നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഃ. നമ്മൾ ഏത് സ്ഥലത്ത് പോയി നോക്കിച്ചാലും നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒരു വാചകമാണ് ശത്രുബാധ. ശത്രു ഇല്ലാത്ത മനുഷ്യനുണ്ടോ? ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുമില്ല, ഇനിയൊട്ട് ഉണ്ടാവാൻ പോകുന്നുമില്ല. ശത്രു എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ശത്രുബാധ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ പലരും വിളിക്കുകയുണ്ടായി, സ്വാമി 25 വർഷമായിട്ട് 30 വർഷമായിട്ടൊക്കെ ശത്രുബാധ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ബ്ലാക്ക് മാജിക് ആണ്, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, ഉണ്ണാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ടാണ് എനിക്കത് അനുഭവപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കർമ്മം ചെയ്തു, പരിഹാരം കിട്ടിയില്ല. ഇനി ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് നോക്കിയിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പല സ്ഥലങ്ങളിലും കാണിച്ചു, ഒരു ബുദ്ധിമുട്ടുമില്ല, അസുഖങ്ങളൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ ആ വ്യക്തികളെ നമ്മൾ നേരിട്ട് വരാനാണ് പറയുക. നേരിട്ട് വരൂ, നമുക്ക് സംസാരിക്കാം, സ്വാമിയുടെ സന്നിധിയിൽ സംസാരിക്കാം. അവർക്ക് ബാധിച്ചിട്ടുള്ളത് മാനസികമായിട്ട് അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള അസുഖമാണ്. ശത്രുബാധ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രകളിലുള്ള തടസ്സങ്ങളും ശത്രുവിന് കൊടുത്തു. ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ ഒരു മരം വീണ് കിടന്നാലും ശത്രുവിൻ്റെയാണ്. അപ്പോൾ ആ പിന്നിൽ കിടക്കുന്ന എല്ലാ വണ്ടികളിലുള്ള ജനങ്ങൾക്കും ആ ശത്രുബാധ ബാധിച്ചില്ലേ? അപ്പോൾ ശത്രുവാണോ? അത് അല്ല, സ്വാഭാവികമായും നടന്നൊരു കാര്യമാണ്. ഇദ്ദേഹത്തിനൊരു പനി വന്നാൽ പോലും ഇദ്ദേഹം ചിന്തിക്കുന്നത് ശത്രുബാധയാണ്. ജോലിക്ക് പോയി, ജോലിസ്ഥലത്തൊരു പ്രശ്നമുണ്ടായി, ജോലിസ്ഥലത്ത് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. മേലുദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുണ്ടാവും, സഹപ്രവർത്തകരുടെ ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോലിസ്ഥലങ്ങളിൽ ബാധിക്കപ്പെട്ടേക്കാം. ഇതൊന്നും ശത്രുബാധയായിട്ട് കണക്കാക്കാനില്ല. ഹൈന്ദവാചാരത്തിൽ ശത്രുദോഷ പരിഹാരത്തിനായിട്ട് ശത്രു സംഹാര പൂജ എന്ന് പറയുമ്പോൾ തന്നെ പുരോഹിതൻ പറയുന്നു, നിന്റെ മനസ്സിലുള്ള ശത്രുവിൻ്റെ ചിന്തകളെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് ഈ കർമ്മം ഉപയോഗപ്പെടുത്തുന്നത്, അല്ലാതെ ശത്രുവിനെ സംഹരിക്കാനല്ല അത്രേ. അപ്പോൾ മനസ്സിൽ നിന്ന് ശത്രുവിൻ്റെ ചിന്തകളെ എടുത്തു കളഞ്ഞ് തൻ്റെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടുള്ള യാത്ര ചെയ്യാനായിട്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കണം. അതാണ് ശത്രു സംഹാരം. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, സ്വാമിയുടെ നാമോച്ചാരണങ്ങൾ പറഞ്ഞു കൊടുത്ത്, സ്വാമിയെ ആരാധിച്ച് മനസ്സിൽ സ്വാമിയിൽ ബലപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ശത്രു ചിന്തകളെ നിർമ്മാർജ്ജനം ചെയ്ത് പുതിയ മനുഷ്യനാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇനി കഴിയുകയും ചെയ്യും. ഭഗവാൻ അനുഗ്രഹിച്ച ആയുസ്സും ആരോഗ്യം കിട്ടിയാൽ ഇനിയും നമുക്കത് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശത്രു ബാധയുണ്ട് എന്ന് കരുതിയിട്ട്, ബ്ലാക്ക് മാജിക് സംഭവിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു മുറിയിലേക്ക് ചുരുങ്ങിക്കൂടണ്ട, പുറത്തേക്ക് വരൂ, നമ്മളെ സമീപിക്കാം, നമ്മുടെ നമ്പറിൽ വിളിക്കാം, നമുക്ക് പരിഹാരം കാണാം, വ്യക്തമായ പൂർണ്ണമായ പരിഹാരം കാണാം. നിങ്ങളിലെ ആ ചിന്തയെ ഞാൻ ഇല്ലാതാക്കി തരാം, നിങ്ങളെ പുതിയ മനുഷ്യനാക്കി തരാൻ നമ്മൾക്ക് കഴിയും. നമ്മുടെ മഠത്തിലെ മഹാകൃഷ്ണകുക്ഷിയായിട്ടുള്ള കരിങ്കുട്ടി സ്വാമിയും വിഷ്ണുമായ സ്വാമിയുടെയും അനുഗ്രഹത്താലും ശക്തിയാലും നമുക്ക് നിങ്ങളിലെ ശത്രു ചിന്തകളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പുതിയ ഒരു ലോകത്തേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ആരും ഭയപ്പെട്ടിരിക്കണ്ട. നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ചിന്തകളെ നമ്മൾ അവസാനിപ്പിക്കാം, മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ എത്തിച്ചു തരാം. അതുകൊണ്ട് വിഷമിക്കണ്ട, പേടിക്കണ്ട. വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുകൂലത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്